യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിലിനെ അറസ്റ്റ് ചെയ്തതിനെതിരെ KPCC പ്രഖ്യാപിച്ച സംസ്ഥാന വ്യാപകമായ പ്രതിഷേധം ഇന്നാണ്. ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ ഇന്ന് വൈകുന്നേരം പ്രകടനവും പൊതുസമ്മേളനവും നടക്കും. ഇന്നലെ നടന്ന യൂത്ത് കോൺഗ്രസ് സെക്രട്ടേറിയറ്റ് മാർച്ചിൽ ഷാഫി പറമ്പിൽ MLA ഒന്നാം പ്രതിയാക്കി പോലീസ് കേസെടുത്തിട്ടുണ്ട്. കൂടുതൽ പ്രശ്നങ്ങളിലേക്ക് നീങ്ങുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. കൂടുതൽ വിശദാംശങ്ങളുമായി അപ്ഡേറ്റ്സുമായി VA ഗിരീഷ് തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നു. ഗിരീഷ്, ഗുഡ് മോർണിംഗ്. പറയൂ ഗിരീഷ്. ഗുഡ് മോർണിംഗ് SKN. രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ അറസ്റ്റുമായി ബന്ധപ്പെട്ട വലിയ തരത്തിലുള്ള പ്രതിഷേധമാണ് സംസ്ഥാന കോൺഗ്രസ് പാർട്ടി സംഘടിപ്പിച്ചിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട ഇന്ന് സംസ്ഥാന തലത്തിലുള്ള പ്രതിഷേധത്തിന് കോൺഗ്രസ് ആഹ്വാനം ചെയ്തിട്ടുണ്ട്. ബ്ലോക്ക് കമ്മിറ്റികളുടെ നേതൃത്വത്തിലാണ് ഈ പ്രതിഷേധം. ബ്ലോക്ക് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ വൈകുന്നേരം പ്രതിഷേധ പ്രകടനവും പിന്നീട് സമ്മേളനവും നടത്തുന്നതിനാണ് കോൺഗ്രസ് ഇപ്പോൾ KPCC ഇപ്പോൾ നിർദ്ദേശിച്ചിരിക്കുന്നത്. ഏതായാലും യൂത്ത് കോൺഗ്രസും പ്രാദേശികാടിസ്ഥാനത്തിൽ തന്നെ സമരം ശക്തമാക്കുന്നതിന്റെ ഭാഗമായിട്ടുള്ള സമരപരിപാടികളിലേക്ക് കടക്കുകയാണ്. SKN സൂചിപ്പിച്ചതുപോലെ രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ അറസ്റ്റ് ഒരു വലിയ രാഷ്ട്രീയ പ്രശ്നമാക്കി ഉയർത്തിക്കാട്ടാൻ തന്നെയാണ് KPCCയുടെയും യൂത്ത് കോൺഗ്രസിന്റെയും ഒക്കെ തീരുമാനം. ഇതിന്റെ ഭാഗമായി ഇന്നലെ സെക്രട്ടേറിയറ്റിലേക്ക് യൂത്ത് കോൺഗ്രസ് മാർച്ച് നടത്തിയിരുന്നു. ഈ മാർച്ചിന്റെ പേരിൽ ഇപ്പോൾ ഷാഫി പറമ്പിൽ, മുൻ അധ്യക്ഷൻ ഷാഫി പറമ്പിൽ അടക്കം 5 പേർക്കെതിരെ കന്റോൺമെന്റ് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ കണ്ടാൽ അറിയാവുന്ന 150 പേർക്കെതിരെയും പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നു. വലിയ തരത്തിലുള്ള പ്രതിഷേധം ഉയർത്താൻ തന്നെയാണ് കോൺഗ്രസ് തീരുമാനിച്ചിരിക്കുന്നത്. അറസ്റ്റിനേക്കാൾ ഉപരി അറസ്റ്റ് ചെയ്ത രീതിയെയാണ് കോൺഗ്രസ് ഏറ്റവും കൂടുതൽ വിമർശിക്കുന്നതും അതോടൊപ്പം തന്നെ വ്യാപകമായിട്ടുള്ള എതിർപ്പിന് ഇടയാക്കിയിരിക്കുന്നതും. കാരണം പുലർച്ചെ വീട് വളഞ്ഞ് ഒരു യുവജന രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ നേതാവിനെ അറസ്റ്റ് ചെയ്യേണ്ട ഒരു സാഹചര്യം എന്ത് എന്നുള്ളതാണ് കോൺഗ്രസും യൂത്ത് കോൺഗ്രസ് നേതാക്കളും ഉയർത്തുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. ഒരുപക്ഷെ നോട്ടീസ് നൽകിയിരുന്നെങ്കിൽ സ്റ്റേഷനിൽ ഹാജരായി അറസ്റ്റിലേക്ക് അല്ലെങ്കിൽ അറസ്റ്റിന് സന്നദ്ധനാകുമായിരുന്ന ഒരു വ്യക്തിയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ. മുമ്പും ഇത്തരത്തിൽ നോട്ടീസ് നൽകി പോലീസ് വിളിപ്പിച്ചിട്ടുണ്ട്. അത്തരമൊരു സാഹചര്യം നിലനിൽക്കുമ്പോൾ തിരുവനന്തപുരത്തും അതോടൊപ്പം തന്നെ സംസ്ഥാനത്തെ മറ്റു പ്രദേശങ്ങളിലും രാഹുൽ മാങ്കൂട്ടത്തിൽ യാത്ര ചെയ്യുകയും ഒക്കെ ചെയ്യുമ്പോൾ എന്തിന് ഈ ഇത്തരത്തിൽ വീട് വളഞ്ഞ് വെളുപ്പിന് ഒരു അറസ്റ്റ് നടത്തുന്നു എന്നുള്ളതാണ് കോൺഗ്രസ് ഉയർത്തുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. അപ്പോൾ ഈ സർക്കാരിനെതിരെ പ്രതികരിക്കുന്നവരെ ഇത്തരത്തിൽ ഭീഷണിപ്പെടുത്തി അടിച്ചമർത്തുന്നതിനുള്ള ഒരു നീക്കമാണ് പോലീസിന്റെ ഭാഗത്തു നിന്നും സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത് എന്നുള്ള ആ ഒരു ഗുരുതരമായ ആരോപണമാണ് KPCC പ്രസിഡന്റും അതോടൊപ്പം തന്നെ പ്രതിപക്ഷ നേതാവ് അടക്കമുള്ളവരും ഉന്നയിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതിനെതിരെ ശക്തമായ പ്രതിഷേധം ഉയർത്തണം. 2 ആഴ്ച കഴിഞ്ഞാൽ നിയമസഭാ സമ്മേളനം തുടങ്ങുകയാണ്. അതുകൊണ്ട് തന്നെ നിയമസഭാ സമ്മേളനം തുടങ്ങുന്നിടം വരെ ഈ പ്രതിഷേധം ശക്തമായി ഉയർത്തിക്കൊണ്ടു പോവുക എന്നുള്ളത് തന്നെയാണ് കോൺഗ്രസ് തീരുമാനിച്ചിരിക്കുന്നത്. എന്നാൽ അതേസമയം ഈ അറസ്റ്റിനെ ന്യായീകരിക്കുകയാണ് സർക്കാർ. കഴിഞ്ഞ ദിവസം ഇന്നലെ മാധ്യമങ്ങളോട് സംസാരിച്ച മന്ത്രി മുഹമ്മദ് റിയാസ് ഉൾപ്പെടെയുള്ളവർ തങ്ങളും മുമ്പ് അറസ്റ്റിലായിട്ടുണ്ട്. പല സർക്കാരിന്റെ കാലത്തും തങ്ങളെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ആ അറസ്റ്റ് ചെയ്ത രീതി ഇതിൽ നിന്ന് ഒട്ടും വ്യത്യസ്തമല്ല എന്ന നിലപാടാണ് എടുത്തിരിക്കുന്നത്. ഏതായാലും ഇതൊരു രാഷ്ട്രീയ വിഷയമായി മാറുന്നു എന്നുള്ളത് തന്നെയാണ് ഇതിൽ ഏറ്റവും പ്രധാനം. SKN. ഓക്കെ, താങ്ക് യു VA ഗിരീഷ്. 24 അഞ്ചിന്റെ വജ്രത്തിളക്കം.